അടുത്തടുത്ത് വലിയ വലിയ തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുള്ളൂ, സൈബർ തട്ടിപ്പുകൾ. അതിലൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിലുമുണ്ട്. പ്രത്യേകിച്ച് ജാഗ്രത ഉണ്ടാവണം എല്ലാവരും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മുഖ്യമന്ത്രി ഇതാ ഒരു സ്പെഷ്യൽ ഓഫർ തരുന്നു. 3 മാസത്തേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ റീചാർജ് ചെയ്ത് മുഖ്യമന്ത്രി തരുമെന്നൊക്കെ പറഞ്ഞ് ചിലർ വാട്സപ്പിൽ ചില മെസ്സേജുകൾ അയക്കും. അത് കേട്ട് പെട്ടെന്ന് അതിൽ പോയി തലവെച്ച് കൊടുക്കരുത്. 749 രൂപയെ 3 മാസത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതല്ലേ പരിപാടി, നിങ്ങളുടെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് തരിക. ഇങ്ങനെ പറഞ്ഞൊരു തട്ടിപ്പ് വരുന്നു. ചിലർ കൊണ്ടുപോയി അതിനെ പിടിവിച്ചു കൊടുക്കുന്നു. ഇതിന് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിങ്ങൾ വീഴരുത്. പിന്നെ വേറൊരു തട്ടിപ്പുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക വായ്പാ പദ്ധതി വരുന്നു, അത്രേ 2 ലക്ഷം രൂപ. അതിനുവേണ്ടി നിങ്ങൾ 2100 രൂപ അങ്ങോട്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പാസ്ബുക്കിന്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ ആധാറും നിങ്ങളുടെ പാൻ നമ്പരും ഒക്കെ ചോദിക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ OTP കൂടെ അയക്കും. 2 ലക്ഷം ഇല്ലെങ്കിൽ പോന്നോട്ടെ എന്ന് കരുതി നിങ്ങൾ ആ OTP ഒക്കെ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ കയ്യിൽ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയും കൂടെ പോകും. അത് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരാനും വായ്പാ പദ്ധതിയൊന്നും നിലവിൽ ഉദ്ദേശിച്ചിട്ടില്ല. അത് ഉദ്ദേശിക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസിയും നമ്മളെപ്പോലുള്ള വാർത്താ മാധ്യമങ്ങളും ഉത്തരവാദിത്വത്തോടുകൂടി അറിയിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, എളുപ്പം കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും എന്ന് കരുതി ഇത്തരം തട്ടിപ്പുകളിൽ പോയി തലവെച്ച് കൊടുക്കരുത്. ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഒന്നുകിൽ നിങ്ങൾ അതിലൊരു തട്ടിപ്പിന് ഇരയായിത്തീരുന്നു, അതല്ലെങ്കിൽ നിങ്ങളെ അവർ വിറ്റ് കാശാക്കും. ഇങ്ങനെ